ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗോസ്പൽ ചർച്ച് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് അല്പനേരം സാക്ഷ്യം പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ ഈ ജീവിത സാക്ഷ്യം ഇത് കേൾവിക്കാരായ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഭവമായി, സന്തോഷമായി നിങ്ങളും കർത്താവിനെ അനുഭവിച്ചറിയുന്നതിന് കണ്ടെത്തുന്നതിന് മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം വിവിധ സാഹചര്യങ്ങളിൽ കൂടെയും വിവിധ അവസ്ഥകളിൽ കൂടെയും നാം ആഗ്രഹിക്കുന്നതിന് ചിന്തിക്കുന്നതിന് അപ്പുറമായി നമ്മളോട് ഇടപെടുന്നു എന്നുള്ളത് വലിയ ഒരു സത്യമാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും യേശു കർത്താവിന്റെ ഈ മാർഗത്തിൽ അല്ലെങ്കിൽ ഈ വിശ്വാസ അനുഭവത്തിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ച ഒരു വ്യക്തിയല്ല ഞാൻ. എൻ്റെ പേര് ജോൺസൺ ജെയിംസ് എന്നാണ്. എൻ്റെ സ്വദേശം കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട എന്ന് പറയുന്ന പ്രദേശമാണ്. ഞങ്ങള് അപ്പനും അമ്മയും 5 മക്കളും അടങ്ങുന്ന കുടുംബത്തിലെ 4ാമത്തെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. കർത്താവ് ചെറുപ്രായത്തിൽ തന്നെ വളരെ ഭക്തിയുള്ള ഒരു കുടുംബത്തിൽ, പ്രത്യേകിച്ച് എൻ്റെ മാതാവ് എൻ്റെ അമ്മ ആയിരുന്നു വിശ്വാസത്തിൽ അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസത്തിൽ മുന്നിൽ നിന്നത്. തന്മൂലം ചെറിയ പ്രായത്തിൽ തന്നെ പള്ളിയിൽ പോകുവാനും യേശുവിനോടുള്ള അല്ലെങ്കിൽ ആ ഭക്തിയിൽ വളർന്നു വരുവാനും ഇടയായി. ഏകദേശം 5ാം ക്ലാസ് മുതൽ തന്നെ ഈ കത്തോലിക്ക പള്ളിയിലെ അൾത്താര ബാലകരായി, ആൾട്ടർ ബോയ് ആയി 5ാം ക്ലാസ് മുതൽ തന്നെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെയുള്ള കുർബാനയ്ക്ക്, ഡെയിലി മാസിന് മുടങ്ങാതെ പോകുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എനിക്ക് വിശ്വാസം അല്ലെങ്കിൽ ഭക്തി കൂടിയിട്ടൊന്നുമല്ല ഈ 5ാം ക്ലാസ് മുതലേ പോയിരുന്നത്. അന്ന് ഞങ്ങളുടെ പള്ളിയിലെ ശാസ്താംകോട്ട ഇടവകയിലെ വികാരിയായിരുന്ന ജോസഫ് പഴമാശ്ശേരി എന്ന് പറയപ്പെടുന്ന അച്ഛൻ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ ചെല്ലുന്ന കുഞ്ഞുങ്ങൾക്ക് കുറച്ച് പൈസ വീതം കൊടുക്കുമായിരുന്നു. അന്നത്തെ കാലത്തെ 10 പൈസ അത് ഒരു ബുക്കിൽ എഴുതി വെക്കും. ഒരു മാസം ആകുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ഒരുമിച്ച് കൊടുക്കും. അത് കുഞ്ഞുങ്ങളെ കുർബാനയ്ക്ക് ചെല്ലുവാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, ഡെയിലി മാസിന് ചെല്ലാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ അച്ഛൻ ചെയ്ത ഒരു പരിപാടിയാണ്. അന്ന് നമ്മൾ കുഞ്ഞായിരിക്കുന്നത് കൊണ്ട് ഇത് വളരെ സന്തോഷം തോന്നി. അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾ എല്ലാ ദിവസവും രാവിലെയുള്ള കുർബാനയ്ക്ക് അവിടെ പങ്കെടുക്കും. ഞാനും അങ്ങനെ കുർബാനയ്ക്ക് പങ്കെടുത്ത് എല്ലാ ദിവസവും ചെല്ലാൻ തുടങ്ങി. പിന്നെ അച്ഛൻ ആ പരിപാടിയൊക്കെ നിർത്തിയെങ്കിലും കുഞ്ഞുങ്ങളുടെ വരക്കമൊക്കെ നിന്നു. പക്ഷേ ഞാൻ എല്ലാ ദിവസവും പോകുന്നത് ഒരു ശീലമായി മാറി. അങ്ങനെ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെയുള്ള ശാസ്താംകോട്ട കോൺവെന്റിലെ സിസ്റ്റർ പറഞ്ഞു, ജോൺസൺ എല്ലാ ദിവസവും രാവിലെ കുർബാനയിൽ പങ്കെടുക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് ഈ അൾത്താരയിൽ കയറി ബൈബിൾ വായിക്കുന്ന ആ ഒരു അനുഭവം ഉണ്ടാകണം. അങ്ങനെ കുർബാനയിൽ അസിസ്റ്റ് ചെയ്യുവാൻ എന്ന് പറഞ്ഞാൽ വേദവചനം വായിക്കുവാൻ കയറുവാൻ തുടങ്ങി. അത് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക അനുഭവമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ. അത് വളർന്നു വന്നു. ഹൈസ്കൂളിലായി ഞാൻ കോളേജിലേക്ക് വന്നപ്പോഴും ഈ ശീലം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ കത്തോലിക്ക ഭക്തിയിലും പ്രാർത്ഥനയിലും എല്ലാം വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം. അതിൽ വളരെ ആനന്ദം കണ്ടെത്തി, സന്തോഷം കണ്ടെത്തി. ആ സമയത്ത് വീട്ടിൽ ബൈബിൾ ഇല്ല. POC കത്തോലിക്ക വേദപുസ്തകം ബൈബിൾ, സമ്പൂർണ്ണ ബൈബിൾ വീട്ടിലില്ല. എനിക്ക് ഏതാണ്ട് 8ാം ക്ലാസ്സിലൊക്കെ ആയ സമയത്ത് ഏതോ വീടുകളിൽ നിന്ന് അവിടെ ബൈബിൾ ഇരിക്കുന്നത് കണ്ടിട്ട്
ആഗ്രഹത്തോടെ ആ ബൈബിൾ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ സഹോദരി സഹോദരന്മാർ മാറി മാറി ആ ബൈബിൾ വായിച്ചു നോക്കുന്ന അനുഭവം ഉണ്ടായി. അങ്ങനെ ഒരു കുട്ടിക്കാലം. അങ്ങനെ മുന്നോട്ട് വരുന്ന സമയത്താണ് നമ്മൾ ഈ സ്കൂളിലും കോളേജിലൊക്കെ വരുമ്പോൾ ചെറുപ്പത്തിൽ ഒരു ആഗ്രഹം, ഏതാൽ പട്ടാളത്തിൽ ജോലിക്ക് പോകണം, എങ്കിൽ ഈ ഭക്തിയിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണ് കോളേജിൽ കയറുന്ന സമയത്ത് NCC-യിൽ ചേർന്നു. NCC-യിൽ ചേർന്നിട്ട് ഒരു മിലിറ്ററി ഓഫീസർ ആകണമെന്നുള്ള, അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരനാകണമെന്നുള്ള ആഗ്രഹത്തിൽ ചേരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് 1992 കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ വെച്ച് യുവാക്കൾക്ക് വേണ്ടി ഒരു ധ്യാനം, കത്തോലിക്ക ധ്യാനം സംഘടിപ്പിക്കപ്പെട്ടു. അന്ന് ഞങ്ങളുടെ കോൺവെന്റ് ഉണ്ടായിരുന്ന സിസ്റ്റർ, ഞങ്ങൾ ആ കോൺവെന്റിലെ എല്ലാ സിസ്റ്റേഴ്സുമായിട്ട് നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നത് കൊണ്ട് ഗിൽബർട്ട് മേരി എന്ന് പറയപ്പെടുന്ന സിസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു, ജോൺ സർ, ഇങ്ങനെ കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ വെച്ച് ഒരു ധ്യാനം നടക്കുന്നുണ്ട്, ആ ധ്യാനത്തിൽ പോയി പങ്കെടുക്കണം. ജോൺസൺ മാത്രമല്ല, ശാസ്താംകോട്ടയിൽ നിന്ന് നല്ലൊരു കൂട്ടം ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചു പോയി അതിൽ പങ്കെടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സിസ്റ്റർ, എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, ആ ധ്യാനത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ പള്ളിയിൽ വരുന്നുണ്ടല്ലോ, കുർബാന കൂടുന്നുണ്ട്, നൊബേന ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുന്നുണ്ട്, എല്ലാ ഞായറാഴ്ചയും കുർബാന എടുക്കുന്നുണ്ട്, എല്ലാ ആഴ്ചകളിലും കുമ്പസാരിക്കുന്നുണ്ട്, കത്തോലിക്ക സഭയുടെ എല്ലാ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ അനുസരിച്ച് വളരെ സന്തോഷത്തോടാണ് ഞാൻ പോകുന്നത്. ഇനി പ്രത്യേകിച്ച് ഒരു ധ്യാനത്തിന്റെ ആവശ്യം എന്റെ ജീവിതത്തിലുണ്ടോ? സിസ്റ്റർ പറഞ്ഞ്, ജോൺസൺ പോകണം. ജോൺസൺ പോയാൽ പോരാ, അവിടുന്ന് നല്ലൊരു കൂട്ടം ചെറുപ്പക്കാരെ അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യുകയും വേണം, ആ ധ്യാനത്തിൽ പങ്കെടുപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 1992 നടന്ന ആ ഫാത്തിമ മാതാ നാഷണൽ കോളേജ് കൊല്ലം അവിടെ വെച്ച് നടന്ന ആ യൂത്ത് ധ്യാനത്തിൽ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് വലിയൊരു കൂട്ടം ചെറുപ്പക്കാരെ പങ്കെടുപ്പിക്കുവാൻ ഇടയായി. അതിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ തന്നെ വളരെ ഭക്തിയോടെ അതിൽ പങ്കെടുക്കുവാനും അതിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കാനൊക്കെ ദൈവം ഇടയാക്കി. തൽഫലമായി എനിക്ക് വലിയൊരു അനുഭവം അവിടെ വെച്ച് ലഭിച്ചു. കർത്താവിനെ സ്നേഹിക്കണമെന്നും, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യേശു ജീവിക്കുന്ന ദൈവമാണെന്ന്, യേശു സർവശക്തനാണെന്ന്, യേശു നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുമെന്ന്, യേശു കർത്താവ് മരിച്ചിട്ട് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, ഇന്ന് ജീവിക്കുന്നു എന്നുള്ള ആ സത്യം എന്റെ ഹൃദയം ഉൾക്കൊണ്ടത് ഈ ധ്യാനത്തിലാണ്. അതിനു മുമ്പ് പള്ളിയിൽ പോകുന്നുണ്ട്, കുർബാനയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്, ആൾട്ടർ ബോയിയായിട്ട് അൾത്താരപാലകരായിട്ട് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും യേശു ജീവനുള്ള സത്യദൈവം എന്ന് എനിക്ക് മനസ്സിലായത് ഈ യുവജന ക്യാമ്പിൽ വെച്ചാണ്. അതെന്റെ ജീവിതത്തെ വളരെ ചലഞ്ച് ചെയ്തു. ഒറ്റ ജീവിതമേ ഉള്ളൂ, ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് യേശുവിനായി സമർപ്പിക്കപ്പെട്ട നല്ലൊരു ജീവിതം നടത്തണം. ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും പള്ളിയിൽ പോകുന്നു, കുമ്പസാരിക്കുന്നു, കുർബാന സ്വീകരിക്കുന്നു, പള്ളിയുടെ എല്ലാ കാര്യങ്ങളും വളരെ ഭയത്തോടും ഭക്തിയോടും പങ്കെടുക്കുന്നെങ്കിലും ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്ന സത്യം, എല്ലാറ്റിനും ഉപരി കർത്താവിനെ സ്നേഹിക്കുന്നില്ല ആ സത്യം എനിക്ക് ഈ യൂത്ത് ക്യാമ്പിൽ വെച്ചാണ് മനസ്സിലായത്. ഞാൻ അവിടെ വെച്ച് തീരുമാനമെടുത്തു, യേശുവേ, എന്റെ ശേഷിക്കുന്ന ജീവിതം ഞാൻ അവിടുത്തെ വേണ്ടി സമർപ്പിക്കുന്നു. കർത്താവെ, ഒരു നല്ല മകനായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് എന്റെ രക്ഷിതാവാണ്, ആ രക്ഷിതാവായ കർത്താവെ ഞാൻ നിന്നെ ആശ്രയിക്കുന്നു. വലിയൊരു തീരുമാനം അവിടെ വെച്ചെടുക്കാൻ സാധിച്ചു. മാത്രമല്ല, ഈ യുവജന ധ്യാനങ്ങൾ ലീഡ് ചെയ്യാനുള്ള ഒരു കൃപ കർത്താവ് എനിക്ക് തന്നു. പ്രാർത്ഥനകൾ ലീഡ് ചെയ്യാൻ എനിക്ക് അതിനു മുമ്പ് അങ്ങനെ ഒരു അനുഭവം ഇല്ലായിരുന്നു. ഞാൻ ഒരു മുൻപിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയുമായിരുന്നില്ല. പക്ഷേ ആ ധ്യാനമാണ് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അത് കഴിഞ്ഞ് ശാസ്താംകോട്ട ഇടവകയിൽ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്താൻ തുടങ്ങി. വീടുകൾ തോറും കയറി ഇറങ്ങി പ്രാർത്ഥനകളും ബൈബിൾ ക്ലാസ്സുകളും എടുക്കാൻ തുടങ്ങി. മാത്രമല്ല, ശാസ്താംകോട്ട ഇടവകയും പട്ടകടവ് ഇടവകയും കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു സമാധാന സന്ദേശ
ജാഥ നടത്തുവാനിടയായി. അങ്ങനെ ജീസസ് യൂത്തിന്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി, KCYM-ന്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി. അങ്ങനെ ശാസ്താംകോട്ട ഇടവകയും ഒരു ഉദ്ധാരണത്തിനും മാത്രമല്ല യുവജനങ്ങളെ ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഒക്കെ പങ്കെടുപ്പിക്കുന്നതിനും അവരെ ദൈവഭക്തിയിൽ കൊണ്ടുവരുന്നതിനും അവരെല്ലാം മുടങ്ങാതെ കുർബാനകളിൽ പങ്കെടുക്കുന്നവരും ഇടവക വിഷയങ്ങളിൽ ശക്തമായി ഇടപെടുന്നവരൊക്കെ ആയി തീരുവാൻ വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തുടങ്ങി. എന്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങള്, പ്രിയപ്പെട്ടവര്, ഞങ്ങളെല്ലാം ഒരുമിച്ച് ഈ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതൊരു ശക്തമായി ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ഞങ്ങളെ ഇടവകയിലെ തന്നെ ഞങ്ങളോടൊപ്പം നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്ന ജേക്കബ് സാറിന്റെ ഭവനത്തിൽ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ വരുന്നത് അറിയുന്നത്. ആ മനുഷ്യനെ കാണുവാൻ വേണ്ടി സാറിന്റെ ക്ഷണപ്രകാരം അവരുടെ വീട്ടിൽ ചെന്ന സമയത്താണ് ആലപ്പുഴയിൽ നിന്ന് കടന്നു വന്ന ഒരു പൊന്നൻ ബ്രദർ എന്ന് പറയപ്പെടുന്ന ഒരു ദൈവാസനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം നല്ല ഭക്തരായ ഒരു മനുഷ്യൻ, യുവജനങ്ങളുടെ ഹൃദയമറിഞ്ഞ് അവരുടെ വികാരം മനസ്സിലാക്കി, അവരുടെ ചിന്ത മനസ്സിലാക്കി, അവരെ കർത്താവിലേക്ക് അടുപ്പിക്കാത്തക്കവണ്ണം ബൈബിൾ ക്ലാസ് എടുക്കുന്ന മനുഷ്യൻ. ഞാനൊരു കത്തോലിക്ക വിശ്വാസി ആയിരുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ബൈബിളിലാണ് ശ്രദ്ധിച്ചത്. അദ്ദേഹത്തിന്റെ കയ്യിരിക്കുന്ന ബൈബിൾ, നമുക്കത് അറിയാവുന്ന കാര്യം, രണ്ടു തരം ബൈബിൾ ഉണ്ടെന്ന്. ഒന്ന് പെന്റക്കോസ്തുകാരുടെ കയ്യിരിക്കുന്ന ബൈബിളും മറ്റൊന്ന് കത്തോലിക്കരുടെ ബൈബിളും. എനിക്ക് അങ്ങനെ അറിയത്തുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിരിക്കുന്ന ബൈബിൾ ഏതാണെന്ന് നോക്കിയിട്ട് അദ്ദേഹം പറയുന്നത് സ്വീകരിക്കാമെന്നുള്ള ചിന്തയിൽ എത്തിച്ചേർന്ന് നോക്കിയപ്പം സമ്പൂർണ്ണ ബൈബിൾ, POC ചുവന്ന ബൈബിൾ, ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്താ സന്തോഷം തോന്നിയത്? കത്തോലിക്ക സഭയിലും ഇങ്ങനെ വചനം പറയുന്ന ശക്തരായ സഹോദരന്മാർ, ദൈവാസന്മാർ ഉണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ വളരെ സന്തോഷം തോന്നി. അദ്ദേഹം ഈ ബൈബിളിൽ നിന്ന് പല സത്യങ്ങളും അറിയിക്കുവാൻ തുടങ്ങി. മാത്രമല്ല, ഈ ധ്യാനം കൂടിയതിലൂടെ എന്നിലുണ്ടായ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുക, അല്ലെ ദൈവമായിട്ടുള്ള നല്ല ബന്ധത്തിൽ ആയിത്തീരുക എന്നതായിരുന്നു. അങ്ങനെ ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം എന്ന തരത്തിൽ കൊല്ലം കത്തോലിക്ക സെമിനാരിയിൽ ഒരു പുരോഹിതനാകാൻ വേണ്ടി ഞാൻ ജോയിൻ ചെയ്തു. അവിടെ അവിടെ നിന്ന് വചനം പഠിക്കുകയും തുടർന്ന് ഇറ്റലിയിലേക്കുള്ള ഒരു പൗരോഹിത്യത്തിന് തുടർ പഠനത്തിനും വേണ്ടി പോകുവാൻ വേണ്ടി തയ്യാറാവുകയും അതിന് കൊല്ലത്തെ സെന്റ് റഫേൽ സെമിനാരിയിലെ പഠനം കഴിഞ്ഞതിന് ശേഷം അടുത്ത പഠനമായിരിക്കുന്ന മറ്റ് ഇറ്റാലിയൻ ഭാഷയും മറ്റും പരിശീലിക്കാനും പഠിക്കാനും വേണ്ടി ഞാൻ കോട്ടയത്ത് കുറവിലങ്ങനാടിന് അടുത്തുള്ള മണ്ണക്കനാടിന് അടുത്ത് ഒരു കോൺവെന്റിൽ പോയി ഇറ്റാലിയൻ ഭാഷ പഠിക്കുവാൻ ആഗ്രഹിച്ചു. അവിടെ എന്നോടൊപ്പം ഉള്ള മറ്റ് കത്തോലിക്ക സഹോദരന്മാരായിരിക്കുന്ന 3-4 പേരോട് ഒരുമിച്ച് ഈ കോട്ടയത്ത് നിൽക്കുന്ന സമയത്ത് നിരന്തരമായി ഞാൻ ബൈബിൾ വായിക്കുകയും, മാത്രമല്ല എനിക്ക് ഈ പൊന്നൻ ബ്രദർ, ആലപ്പുഴയുള്ള പൊന്നൻ ബ്രദർ നിരന്തരം ദൈവവചനം അറിയിച്ചുകൊണ്ട് കത്തുകൾ അയക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ വരുന്ന സമയത്ത് ശാസ്താംകോട്ടയിൽ വരികയും മറ്റു സഹോദരന്മാരെ കാണുകയും അവരുമായിട്ടും ഈ ചർച്ച ചെയ്യുകയൊക്കെ വീണ്ടും സെമിനാരിൽ പോവുകയും പഠനം നടത്തുകയും ചെയ്യുന്ന സമയത്താണ് ഞാനൊരു കാര്യം അറിയുന്നത്. എന്റെ കൂടെ ഉണ്ടായിരുന്ന മിക്ക സഹോദരന്മാരും കത്തോലിക്ക സഭയെ ഉള്ള വിശ്വാസത്തിൽ നിന്ന് മാറി അവർ പെന്തക്കോസ്തൽ വിശ്വാസം സ്വീകരിച്ചു എന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് ലീവിന് കോട്ടയത്ത് നിന്ന് ശാസ്താംകോട്ട വരികയും നിങ്ങൾ ഈ പറയുന്നത് എന്താണെന്ന് അന്വേഷിക്കുകയും അത് ദൈവവചനം അനുസരിച്ച് എങ്ങനെയാണ് യോജിച്ചു വരുന്നതെന്ന് ചോദിക്കുകയും ചെയ്തു. നമ്മൾ പാരമ്പര്യമായിട്ട് കത്തോലിക്കരല്ലേ, കത്തോലിക്ക വിശ്വാസത്തെ പിന്തുടരുന്നവരല്ലേ, പിന്നെ എന്തിനാണ് നമ്മൾ മറ്റൊരു ഗ്രൂപ്പുമായി നമ്മൾ ഇങ്ങനെ സഹകരിക്കുന്നത് എന്നൊക്കെയുള്ള സ്വാഭാവികമായ ഒരു ചോദ്യം എന്റെ ഉള്ളിലും ഉടലെടുത്തു. ഞാൻ ഇവരോട് ചോദിക്കുകയും അന്നിരുന്ന വികാരി അച്ഛൻ ഈ ഇങ്ങനെ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് പോയവരെ മടക്കി കൊണ്ടുവരുവാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. അപ്പൊ എന്റെ ആഗ്രഹം അതായിരുന്നു, ഈ പോയവരെയൊക്കെ മടക്കി കൊണ്ടുവരണം. കാരണം കുറച്ച് മാസങ്ങളൂടെ കഴിഞ്ഞാൽ ആ ട്രെയിനിങ്, എന്റെ വിസയും ഇറ്റലിയിൽ തുടർ പഠനത്തിലുള്ള പേപ്പറുകളൊക്കെ ശരിയായിട്ടുണ്ട്, വിസയുടെ ഒരു ചെറിയ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. അതും ശരിയായി വരികയാണെങ്കിൽ എത്രയും വേഗത്തിൽ പൗരോഹിത്യത്തിന്റെ തുടർ പഠനത്തിന് വേണ്ടി ഇറ്റലിയിലേക്ക് പോകാൻ ഞാൻ തയ്യാറായിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ പിന്നിലേക്ക് പോയി, അല്ലെങ്കിൽ
കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ചു പോയെന്ന് കണ്ട ചെറുപ്പക്കാരെ വീണ്ടും മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി ചില ക്രമീകരണങ്ങൾ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്റെ ഉള്ളിൽ നിന്ന് ശരിക്കും ഒരു ചിന്ത, ഏതാണ് ശരി, സത്യം എന്താണ്, ഇതിൽ യാഥാർത്ഥ്യം എന്താണ്, ഇത് ഏതനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്, ഈ ഒരു വലിയ ചിന്ത എന്റെ ഉള്ളിൽ ഉടലെടുത്തു. മാത്രമല്ല, ഇതിന് ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജെസ്യൂട്ട് സഭയിലെ ഒരു ധ്യാനം നടത്തുന്ന, ഈശോ സഭ ജെസ്യൂട്ട് സഭയിലെ ധ്യാനം നടത്തുന്ന ഒരു പുരോഹിതൻ ഇതിന് ഇടയ്ക്ക് വരികയും അദ്ദേഹം വന്ന് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ചേക്കസാറിന്റെ ഭവനത്തിൽ വെച്ച് 3 ദിവസത്തെ ഒരു ക്ലാസ് എടുക്കുകയും മാത്രമല്ല അവിടെ വെച്ച് ആ വീട്ടിൽ വെച്ച് കുർബാന നടത്തുകയും ചെയ്തു. അന്ന് എന്റെ ഉള്ളിലുള്ള ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഈ ജെസ്യൂട്ട് അച്ഛനോട് അന്വേഷിച്ചു. ഈശോ സഭ സത്യത്തിൽ അതുവരെ കേട്ടും കണ്ടോ അനുഭവിച്ചും ചിന്തിച്ചും ശരിയാണെന്ന് ഞാൻ ആലോചിച്ച പല കാര്യങ്ങളും ശരിയല്ലെന്ന് ആ പുരോഹിതൻ മനസ്സിലായി. അതും എന്റെ ഹൃദയത്തെ വളരെ ചലഞ്ച് ചെയ്തു. എന്റെ ആഗ്രഹം ദൈവത്തോട് അടുത്തിരിക്കുക, കർത്താവിനായി ജീവിക്കുക, കർത്താവിനെ പ്രസാദിപ്പിക്കുക, കർത്താവിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക, ദൈവവചന പ്രകാരം ജീവിക്കുക, ഇതൊക്കെ ആയിരുന്നതുകൊണ്ട് ഇതിൽ യാഥാർത്ഥ്യം എന്തെന്നുള്ള അന്വേഷണം എന്റെ ജീവിതത്തിലുണ്ടായി. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എന്താണ് ശരി? പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിൽ ഇടപെട്ട കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പല കാര്യങ്ങളിലും ദൈവവചനവും ഞാൻ അതുവരെ ചെയ്തു വന്നതും അനുഷ്ഠിച്ചതുമായ പാരമ്പര്യപ്രകാരം ചെയ്തു വന്ന കാര്യങ്ങൾ തമ്മിൽ ഞാൻ ടാലി ചെയ്ത് നോക്കിയപ്പോൾ, പരിശോധിച്ച് നോക്കിയപ്പോൾ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ അത് പലതും ശരിയല്ല എന്ന് എനിക്ക് ബോധ്യമായി. തിരുവചനവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഭക്തിയോടെ ചെയ്യുന്നത്, ഞാൻ വിശ്വാസത്തോടെ ചെയ്യുന്നത് വചനവുമായി യോജിച്ചു വരുന്നില്ല എന്ന് മനസ്സിലായത് എന്റെ ഹൃദയത്തെ വളരെ വേദനിപ്പിച്ചു. ഞാൻ വളരെ പ്രാർത്ഥിച്ചു, കർത്താവെ ശരി ഏത് തെറ്റ് ഏത്? എന്റെ ആഗ്രഹം ഇവിടെ മനുഷ്യരുടെ പ്രശംസയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ മറ്റു ഭൗതികമായ ഒരു ലക്ഷ്യവും എന്റെ ജീവിതത്തിൽ ഇല്ല. കർത്താവ് ഒറ്റ ലക്ഷ്യം മാത്രമാണ് എന്റെ ജീവിതത്തിൽ ഉള്ളത്. അത് അവിടുത്തെ പ്രസാദിപ്പിച്ച് അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് ചെയ്യണം. ഒരു വശത്ത് ഞാൻ ആഗ്രഹിക്കുന്ന പൗരോഹിത്യം, അച്ഛനായി തീരുക, സെമിനാരി ജോയിൻ ചെയ്തിട്ടുണ്ട്, അടുത്ത പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇറ്റലിയിൽ പോകണം, ഹയർ സ്റ്റഡീസ് നടത്തണം, അവിടെ വെച്ചൊരു പുരോഹിതനായി മാറണം. ഇപ്പുറത്ത് ദൈവവചനം അനുസരിച്ച് ജീവിക്കുക, ദൈവവചനത്തിന് വിരുദ്ധമായത് എന്തെല്ലാമാണോ അതിനെയെല്ലാം ഉപേക്ഷിക്കുക, ദൈവവചനത്തിൽ സമർപ്പിച്ച് ആ ദൈവവചന പ്രകാരം കർത്താവിന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുക. ഏത് തിരഞ്ഞെടുക്കണമെന്ന് അറിയാത്ത ഒരു വലിയ സാഹചര്യത്തിൽ കൂടെ ഞാൻ കടന്നുപോയി. ഞാൻ ദൈവത്തോട് വളരെ പ്രാർത്ഥിച്ചു, കർത്താവെ ഞാൻ പോകേണ്ട വഴി ഏതാണ്? കർത്താവ് ഇതിന്റെ സത്യം ഏതാണ്? വർഷങ്ങളായി എന്റെ ഹൃദയത്തെ മനസ്സിനെ സ്വാധീനിച്ച് ഞാൻ ഭക്തിയോട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു വശത്തും തിരുവചനം മറുവശത്തും ഞാൻ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ശരി ഏതെന്ന മാർഗത്തിലേക്ക് എന്നെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് എന്നെ എന്താണോ സത്യം അതിലേക്ക് നയിക്കണമേ. ആ പ്രാർത്ഥന എന്റെ ഹൃദയത്തിൽ നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും മറ്റുള്ളവരാരും ഇത് അറിയാതിരിക്കാൻ വേണ്ടി പിന്മാറിപ്പോയെന്ന് എന്റെ നോട്ടത്തിലും കത്തോലിക്ക സഭയുടെ നോട്ടത്തിലും മനസ്സിലായ ചെറുപ്പക്കാരെ മടക്കി കൊണ്ടുവരാനുള്ള തീവ്ര യജ്ഞവും നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തെ സമയത്ത് ആണ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആലപ്പുഴയിൽ നിന്നുള്ള ദൈവദാസൻ പൊന്നം ബ്രദർ വീണ്ടും മടങ്ങി വരുന്നത്. അദ്ദേഹം വീണ്ടും പഴയതുപോലെ ആ ജേക്കബ് സാറിന്റെ ഭവനത്തിൽ വെച്ച് മീറ്റിംഗ് നടത്തി. പഴയ ആൾക്കാരെ എല്ലാം ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി. ഞങ്ങൾ ആ മീറ്റിംഗിൽ ഞാൻ അദ്ദേഹത്തിനോട് അതിന് ചോദിച്ചു, പൊന്നം ബ്രദർ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, ഇങ്ങനൊരു കൂട്ടർ പോയിട്ടുണ്ട്, ഇങ്ങനെ ഒരു കൂട്ടരുണ്ട്, ഇതിലേതാണ് ശരി? അപ്പൊ അദ്ദേഹം പറഞ്ഞ്, നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവല്ലേ നമ്മളെ വഴി നടത്തുന്നത്, വചനപ്രകാരമല്ലേ നമ്മൾ ജീവിക്കേണ്ടത്, നമുക്ക് ഒറ്റ ജീവിതം ഉള്ളല്ലോ, 70, 80, 90, 100 വയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ജീവിതം, വെള്ളത്തിലെ കുമിള പോലുള്ള ഒരു ജീവിതം, രാവിലെ വിടർന്ന് രാത്രി കൊഴിയുന്ന സന്ധ്യയ്ക്ക് കൊഴിഞ്ഞു പോകുന്ന പൂക്കളെ പോലുള്ള ഒരു ജീവിതം. ഈ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്നതല്ലേ ജോൺസൺ ബ്രദറെ നല്ലത്? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും പൊന്നം ബ്രദറെ. അദ്ദേഹം പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, പൊന്നം ബ്രദറെ, ഇവരൊക്കെ ഒരു സ്നാനത്തെ കുറിച്ച് പറഞ്ഞു. സത്യത്തിൽ ജനിച്ച 7ാമത്തെ ദിവസം സ്നാനപ്പെട്ട വ്യക്തികളല്ലേ നമ്മളൊക്കെ. അപ്പൊ ഇല്ല, രണ്ടാമതൊരു സ്നാനം നമുക്ക് ആവശ്യമുണ്ടോ? അദ്ദേഹം ഒന്ന് ചിരിച്ചു.
ചിരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധാത്മാവല്ലേ നമ്മളെ വഴി നടത്തുന്നത്, ദൈവവചനമല്ലേ നമ്മളോട് ഇടപെടുന്നത്, വചനമനുസരിച്ച് ജീവിക്കാനല്ലേ നമ്മൾ സമർപ്പിക്കുന്നത്. അപ്പൊ പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. ഞാൻ പറഞ്ഞല്ല, ഞാൻ എങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, സ്നാനം സത്യമാണെങ്കിൽ ഞാൻ ജനിച്ച 7-ാം ദിവസം എന്റെ മാതാപിതാക്കൾ എന്നെ ദേവാലയത്തിൽ കൊണ്ടുപോയി മാമോദീസ തന്ന് പേരിട്ട് ഒരു ജ്ഞാനപിതാവിനെയും ജ്ഞാനമാതാവിനെയും ഒക്കെ തന്നിട്ടുണ്ടല്ലോ. കർത്താവ്, ഇത് ഏതാണ് സത്യം? ഇതാ ഇവിടെ മറ്റൊന്ന് പറയുന്നു, പണ്ടത് സംഭവിച്ചു. പക്ഷേ കർത്താവെ, ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഈ ജലത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പൂർണ്ണ ബോധ്യത്തോടെ സ്നാനപ്പെടുന്ന സ്നാനമാണ് ശരിയെങ്കിൽ പരിശുദ്ധാത്മാവെ എന്നോട് സംസാരിക്കണമേ. ഒരു മനുഷ്യനല്ല, നീ സ്നാനപ്പെടണം എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുന്ന സ്വരമല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ എന്നോട് സംസാരിക്കണമെന്ന് ഞാൻ തീവ്രമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ സൂചിപ്പിച്ച പോലെ ഈ പൊന്നമ്പ്രദന്റെ ധ്യാനം നടക്കുകയാണ്, മീറ്റിംഗ് നടക്കുകയാണ്. ഞങ്ങളെല്ലാം അതിൽ പങ്കെടുക്കുന്നുണ്ട്. ആ മീറ്റിംഗിൽ വെച്ച് എന്റെ അടുക്കലേക്ക് ഒരാൾ വന്ന് എന്നോട് പറയുകയാണ്, ജോൺസൺ, നീ ഇന്ന് സ്നാനപ്പെടണം. ഞാൻ കണ്ണു തുറന്ന് നോക്കി. അവിടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്, പൊന്നമ്പ്രദ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്റെ അപ്പുറം ഇപ്പുറം ഒക്കെ ഇരിക്കുന്നവര് വചനം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ എന്റെ അടുത്ത് ആരോ പറഞ്ഞു, നീ ഇന്ന് സ്നാനപ്പെടണം. ഞാൻ വീണ്ടും വളരെ വേദനയിലായി, വിഷമത്തിലായി. ആരാണ് എന്നോട് സംസാരിച്ചത്? ഏത് സ്വരമാണ് ഞാൻ കേട്ടത്? എനിക്കറിയത്തില്ല. ഞാൻ അത് കഴിഞ്ഞ് ഈ മെസ്സേജ് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാവുന്ന സമയമായി. എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാനും വീണ്ടും കണ്ണുകടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും എന്റെ അടുക്കൽ വന്ന് എന്റെ ചെവിയിൽ വ്യക്തമായി ഞാൻ കേൾക്കുന്നു, നീ ഇന്ന് സ്നാനപ്പെടണം, നീ ഇന്ന് സ്നാനപ്പെടണം. ഞാൻ വീണ്ടും കണ്ണു തുറന്നു. ഇത് ആരാണ് പറഞ്ഞത്? എന്തെങ്കിലും ബോക്സ് വെച്ചിട്ട് പറയുന്നതാണോ? ഏതെങ്കിലും വ്യക്തി വന്ന് പറയുന്നതാണോ? അതോ ഈ പ്രസംഗിച്ചുകൊണ്ടുള്ള പൊന്നമ്പ്രദൻ എന്റെ ചെവിയിൽ പറയുന്നതാണോ? ഇല്ല, അവരെല്ലാം അതാത് സ്ഥലങ്ങളുണ്ട്. എന്റെ ഇടത്തും വലത്തും ഇരിക്കുന്നവരെല്ലാം അത് ഇരുന്ന് ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ വളരെ വീണ്ടും കണ്ണുകൾ അടച്ച് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മൂന്നാമത് ഈശ്വരം ആ പ്രാർത്ഥനാ മീറ്റിംഗ് വെച്ച് എന്റെ ചെവിയിൽ മുഴങ്ങി, നീ ഇന്ന് സ്നാനപ്പെടണം, നിന്റെ ജീവിതം യേശുവിനായി സമർപ്പിക്കണം, നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. ഞാൻ വീണ്ടും കണ്ണുകൾ തുറന്നിട്ട് എനിക്ക് മനസ്സിലായി, പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുകയായിരുന്നു. എന്റെ ചിന്തകളെ അറിഞ്ഞ്, എന്റെ മനോഭാവം അറിഞ്ഞ്, എന്റെ പ്രാർത്ഥന പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി എന്റെ സ്നേഹിതരായ അനിൽ സഹോദരനോട് പറഞ്ഞു, എന്നോട് ഒരാൾ സംസാരിച്ചു, നീ ഇന്ന് സ്നാനപ്പെടണം. അദ്ദേഹം പറഞ്ഞു, എന്നോട് സംസാരിച്ചു. ഞാൻ പൊന്നമ്പ്രദന്റെ അടുക്കിലേക്ക് എന്ന് പറഞ്ഞു, പൊന്നമ്പ്രദ, എനിക്ക് സ്നാനപ്പെടണം. അപ്പൊ പറഞ്ഞു, ഉച്ച കഴിയട്ടെ. പ്രിയപ്പെട്ടവരെ, അന്ന് ആ മീറ്റിംഗിൽ വെച്ച് ഏകദേശം 7 പേര് ഇതേ ദൈവസ്വരം കേട്ടു. 7 പേര് കേട്ടെന്ന് പറഞ്ഞാൽ അവിടെ പൊതുവായി പ്രസംഗിച്ചതല്ല, ബൈബിൾ വായിച്ചിട്ട് സ്നാനപ്പെടണമെന്ന് ഉപദേശിച്ചതല്ല, ഒന്നുമല്ല. ഓരോരുത്തരോടും വ്യക്തിപരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ച ആ സ്വരമാണ്, നീ ഇന്ന് സ്നാനപ്പെടണം. ആ സ്വരം കേട്ട് ആ ദൈവ സ്വരം അനുസരിച്ച് ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു. കർത്താവ് എന്ത് ചെയ്യണം? ഒരു സൈഡിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം മുന്നിൽ നിൽക്കുന്നു, മറുവശത്ത് ദൈവവചനത്തിന്റെ അനുസരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നിൽ നിൽക്കുന്നു. പള്ളി ചെറുപ്പം മുതലേ അൾത്താരപാലകൻ പള്ളിയിലെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളിലും ശക്തമായി പങ്കെടുക്കുന്ന ആൾ, എല്ലാ ആഴ്ചകളിലും കുമ്പസാരിക്കുന്നു, എല്ലാ ആഴ്ചയിലും കുർബാന എടുക്കുന്നു. ജീസസ് യൂത്ത്, KCYM എന്ന് വേണ്ട സംഘടനകളുടെ പ്രാർത്ഥനാ അനുഭവങ്ങളുടെ ഒരു പരമ്പര ഒരു വശത്ത്, മറുവശത്ത് കർത്താവിനായി സമർപ്പിക്കേണ്ട വലിയൊരു ആവശ്യകതയും. അന്ന് രാത്രി ഈ പൊന്നമ്പ്രദ ഭവനത്തിൽ ഞങ്ങള് പൊന്നമ്പ്രദമായിട്ട് ഒരുമിച്ച് ആ 1-2 ഭവനങ്ങളിൽ സന്ദർശിച്ച് രാത്രിയിൽ ഏകദേശം ഒരു 11:30 സമയത്ത് ഈ ഞങ്ങൾ 7 സഹോദരങ്ങൾ, 6 ചെറുപ്പക്കാർ, 7 പേര്, ഒരു പെൺകുട്ടിയാണ്, ഞങ്ങൾ 7 പേരും കൂടി ഒരുമിച്ച് പാട്ടുകളും പാടി, മറ്റ് 1-2 സഹോദരന്മാരും ഒക്കെ ഒരുമിച്ച് ഞങ്ങൾ പാട്ടുകൾ പാടി ശാസ്താംകോട്ട കായലിന്റെ തീരത്തേക്ക് പോയി. കായലിന്റെ തീരത്ത് വെച്ച് അന്ന് രാത്രി ഏകദേശം 11:30 കഴിഞ്ഞ സമയത്ത് ഈ പൊന്നമ്പ്രദർ പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ശാസ്താംകോട്ട കായലിൽ വെച്ച് ഞങ്ങൾക്ക് സ്നാനം തന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സത്യസന്ധമായി ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ
പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവം നമ്മളോട് സംസാരിക്കും. അതെന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അതുവരെയുള്ള ഭൗതികമായ, അല്ലെങ്കിൽ ഒരു അച്ഛനായി തീരുക, ഇറ്റലിയിലേക്ക് പോവുക, തുടർ പഠനം നടത്തുക, പൗരോഹിത്യം സ്വീകരിക്കുക, ഇങ്ങനെയുള്ള എല്ലാ ചിന്തകളും വിട്ട് ഒറ്റ ആയസ്, ഒറ്റ ജീവിതം, ഈ ജീവിതത്തിൽ മറ്റൊന്ന് അവസരമില്ല, മരണത്തിനപ്പുറം ഒരു നിത്യജീവനുണ്ട്, ഇവിടെ ഇഷ്ടമുള്ള പോലെ ജീവിച്ചിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് എത്തിച്ചേരത്തില്ലെന്ന് ബോധ്യമായപ്പോൾ, ദൈവവചനം എന്റെ ഹൃദയത്തെ വളരെ സ്വാധീനിച്ചു കഴിഞ്ഞപ്പോൾ ദൈവവചനം അനുസരിക്കാൻ ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെ അവിടെ മുതൽ ഒരു വിശ്വാസ ജീവിതം ആരംഭിച്ചു. ഒത്തിരി പ്രതികൂലങ്ങൾ, ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ഒത്തിരി പ്രശ്നങ്ങൾ എന്ന് വേണ്ട പലതരത്തിലെ പ്രതികൂലങ്ങളെയും എതിരുകളെയും തടസ്സങ്ങളെയും ഒക്കെ നേരിടേണ്ടതായി ജീവിതത്തിൽ വന്നു. പക്ഷെ അതിനു മുമ്പിൽ ഒന്നിലും പതറിപ്പോയില്ല. ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുത്തു. വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ചിന്തയിൽ തന്നെ. പലരും ചോദിച്ചു, എന്തായിത്തീരും ഭാവി? വിവാഹം നടക്കുവോ? ജോലി ലഭിക്കുവോ? എന്തായിത്തീരും അവസ്ഥകള്? ചിലര് പറഞ്ഞു ബന്ധുക്കൾ, ചിലർ പറഞ്ഞു നീ നശിച്ചു പോകത്തേ ഉള്ളു. മറ്റു ചിലർ പറഞ്ഞു പൈസ കിട്ടിയപ്പോ എന്ത് ചെയ്യാമെന്നാണോ വിചാരിച്ചത്. പക്ഷേ എനിക്കൊരു കാര്യം അറിയാമായിരുന്നു. ഞാൻ വിശ്വസിക്കുന്ന എന്റെ ഈ കർത്താവ്, ഈ തിരുവചനം, അവൻ ആശ്രയിച്ച ഒരുവൻ പോലും ലജ്ജിച്ചു പോകത്തില്ല. ആ ദൈവത്തിന്റെ വിശുദ്ധ വചനം കയ്യിലെടുത്ത് ഈ വിശുദ്ധ വചനത്തിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിച്ച, സമർപ്പിച്ച, ഏൽപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തി പോലും ജീവിതത്തിൽ നിരാശപ്പെട്ടു പോകേണ്ടി വന്നിട്ടില്ല എന്നുള്ള സത്യം എന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു. ഞാൻ ഈ വചനത്തിന് വേണ്ടി സമർപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യും? വളരെ ബുദ്ധിമുട്ടായ സമയത്താണ് ഒരു ട്യൂഷൻ ഫീൽഡിലേക്കുള്ള വഴി തുറന്നു വരുന്നത്. അതിനുശേഷം മുന്നോട്ട് പോകണമല്ലോ, ജീവിക്കണമല്ലോ, സെമിനാരി ലൈഫില്ല, അതെല്ലാം വിട്ടു. അതിനുശേഷം ശാസ്താകോട്ടയിലുള്ള ട്യൂഷൻ സെന്ററുകൾ ആരംഭിച്ചു. ഭവനത്തിൽ വെച്ചുള്ള ട്യൂഷൻ, ഹോം ട്യൂഷൻ, അങ്ങനെ പല ട്യൂഷൻ സെന്ററുകൾ തുടങ്ങി, പല ഭവനങ്ങളിൽ ട്യൂഷൻ എടുത്തു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് റെയ്നാൾഡ് ബോഗയുടെ ദേവദാസന്റെ ഒരു മീറ്റിംഗ് എറണാകുളത്ത് നടക്കുന്നതായിട്ട് അറിയുന്നത്. ആദ്യമായിട്ട് അങ്ങനെ ആ മീറ്റിംഗിൽ പോയി. ആ മീറ്റിംഗിൽ കുട്ടികൾക്കൊക്കെ ലീവ് കൊടുത്തിട്ട് ആ ഒരാഴ്ചത്തേക്ക് കുട്ടികളെല്ലാം ട്യൂഷൻ ഇല്ല, ഞാൻ ഒരു പ്രേയറിന് പോവുകയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് പോയി അതിൽ പങ്കെടുത്തു. അവിടെ വെച്ച് വീണ്ടും ദൈവസ്വരം കേട്ടു, നീ എന്റെ വേലയ്ക്ക് വേണ്ടിയുള്ളവരാണ്, ദൈവത്തിന്റെ വേല ചെയ്യുവാൻ വേണ്ടി കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ള സത്യം എനിക്ക് മനസ്സിലായി. ഞാൻ തീരുമാനിച്ചു, കർത്താവെ, എന്നെ കുറിച്ചുള്ള നിന്റെ ഒരു പദ്ധതിക്കും ഞാൻ എതിരല്ല. അടിയരിതാ, നീയാണ് എന്നെ വഴി നടത്തുന്നത്, നിന്റെ സ്വരമാണ് എന്നെ കേൾപ്പിക്കുന്നത്. കർത്താവെ, അവിടുത്തെ സ്വരത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ 98-ൽ റെയ്നാൾഡ് ബോഗയുടെ ദൈവദാസന്റെ മീറ്റിംഗിൽ പങ്കെടുത്തു. അതെല്ലാം പങ്കെടുത്തു കഴിഞ്ഞതിന് ശേഷം 1999 ആയപ്പോൾ എവിടെ കർത്താവിന് വേല ചെയ്യണം, ആഗ്രഹമുണ്ട്, സുവിശേഷ വേല ചെയ്യണം, മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കണം, ഈ സത്യവചനത്തെ പഠിപ്പിച്ചു കൊടുക്കണം, അങ്ങനെയുള്ള ആഗ്രഹത്തോടെ വളരെ പ്രാർത്ഥിച്ചു. ആ സമയത്ത് ആണ് കാസർഗോഡ് ജില്ലയിൽ വളരെ നിസ്വാർത്ഥമായ തരത്തിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന, കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി നാടും വീടും വിട്ട് കർത്താവിന്റെ വേല ചെയ്ത ഒരു പറ്റം ദൈവദാസന്മാർ പാസ്റ്റർ മോഹൻ ബി ഡേവിഡ് ദൈവദാസന്റെ നേതൃത്വത്തിൽ വേല ചെയ്യുന്ന കാര്യത്തിൽ അറിയുന്നത്. ശാസ്താകോട്ടയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോഴും ആ ദൈവദാസന്റെ ഉപദേശവും അദ്ദേഹത്തിന്റെ ഗൈഡൻസ് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദൈവദാസന് മോഹൻ ബി ഡേവിഡ് പാസ്റ്ററിന് കത്തെഴുതുകയും അദ്ദേഹം കാസർഗോഡേക്ക് വരുവാൻ പറയുകയും ചെയ്തു. അങ്ങനെ ആണ് 1999 ഏപ്രിൽ മാസം 2-ാം തീയതി യേശു കർത്താവിന്റെ വേല ഇവിടെയുള്ള സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി കാസർഗോഡ് മോഹൻ ബി ഡേവിഡ് പാസ്റ്ററിന്റെ ഭവനത്തിൽ എത്തിച്ചേരുന്നത്. ആ നാളുകൾ മുതൽ പിന്നീട് ഇതുവരെയും ആ ടീമിനോടുള്ള ബന്ധത്തിൽ
കാസർഗോഡ് പൈനിയർ മിഷണറി ചർച്ചിനോടുള്ള ബന്ധത്തിൽ സുവിശേഷ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് പിന്നീട് എന്റെ വിവാഹം കഴിഞ്ഞു. എനിക്ക് 2 മക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കമായി ഈ സാക്ഷ്യം നിങ്ങളോട് പറയാമോ? നമ്മുടെ ജീവിതത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. എന്റെ ആഗ്രഹം ആയിരുന്നു ഒരു മിലിറ്ററിക്കാരനാകണമെന്ന്. അത് മാറി കർത്താവിനെ അറിഞ്ഞപ്പോൾ എന്റെ ആഗ്രഹമായിരുന്നു ഒരു പുരോഹിതനാകണമെന്ന്. പക്ഷേ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഞാനൊരു മിലിറ്ററിക്കാരനാകണമെന്നോ പട്ടാളക്കാരനാകണമെന്നോ ഞാനൊരു പുരോഹിതനാകണമെന്നോ ആയിരുന്നില്ല. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ വകയില്ലാത്ത ഒരു ദൈവദാസനായി ജീവിക്കണം, കർത്താവിന്റെ വചനത്തെ പ്രസംഗിക്കണം എന്നായിരുന്നു കർത്താവ് എന്നെ കുറിച്ചുള്ള പദ്ധതി. എന്റെ പദ്ധതികളും എന്റെ ആഗ്രഹങ്ങളും എന്റെ ഇഷ്ടങ്ങളും എല്ലാം ആ ദൈവവരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ച് കൊടുത്തപ്പോൾ കർത്താവ് തന്റെ പദ്ധതി പ്രകാരം എന്നെ വഴി നടത്താൻ തുടങ്ങി. ഇന്ന് ഈ എന്റെ എളിയ സാക്ഷ്യം ചുരുക്കമായിട്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്റെ എളിയ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ജീവിതം ചെറുതാണ്. അത് വയലിലെ പൂ പോലുള്ള ജീവിതമാണ്. വെള്ളത്തിലെ കുമിള പോലുള്ള ജീവിതമാണ്. ഭൗതിക ബഹുമാനത്തിനും ഭൗതിക അനുഗ്രഹത്തിനും ഭൗതിക ലക്ഷ്യത്തിനും വേണ്ടി അതിനെ നശിപ്പിച്ചു കളയാതെ ഇവിടെയും നിത്യതയും പ്രയോജനമുള്ള യേശു കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെയും സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിപ്പാൻ കർത്താവ് വിശ്വസ്തനാണ്. ഈ ദൈവം, നമ്മുടെ നല്ല കർത്താവ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ എളിയ സാക്ഷ്യം നിർത്തുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.